ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ ശ്രീ കേണൽ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും അടുത്ത മാസങ്ങൾ തന്നെ, ഈ 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഇവിടെ നിയമസഭാ ഇലക്ഷൻ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ പഴയ പോലെ ഒരു ബി ജെ പി അല്ല, ഇപ്പോൾ 2020 എന്ന് പറഞ്ഞ ഒരു പാർട്ടി, BDJs, അങ്ങനെ ജനസംഖ്യ കൊണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള പ്രവർത്തകരും കൊണ്ട് വോട്ട് ബാങ്കുള്ള കുറേ പാർട്ടിക്കാരാണ് ഇപ്പോൾ ബി ജെ പിയിൽ വന്നു ചേരുന്നത്. ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ബി ജെ പിയുടെ പ്രകടനവും എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങയുടെ കാഴ്ചപ്പാടിൽ? ഇപ്രാവശ്യം ഡെഫിനറ്റായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലല്ല, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു ഡിഫറെൻ്റ് ഒരു ഇലക്ഷനാണ്. കാരണം ആളുകളുടെ ഇടയ്ക്ക് മനസ്സിൽ ഈ 2 ഭരണങ്ങളും, അതായത് ഇപ്പം 10 വർഷമായിട്ട് ഭരിക്കുന്ന LDFും മറുപക്ഷത്ത് നിൽക്കുന്ന UDFും അവർ എന്ത് രീതിയിലാണ് ഈ ഭരണം കേരളത്തിൽ ഈ കഴിഞ്ഞ 60-70 വർഷമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ നമ്മൾ നടത്തുന്നത്. അപ്പം ഒരു മാറ്റം വേണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ മാറ്റമൊന്നുമല്ല, ഈ രീതിയിലുള്ള രാഷ്ട്രീയം മാറണം. രാഷ്ട്രീയം മാറിയേ പറ്റൂ. കാരണം നമ്മൾ ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം നമ്മൾ പ്രബുദ്ധ കേരളം ആണെന്ന് പറയുമ്പോഴും നമ്മൾ വേണ്ടത്തുള്ള രീതിയിലുള്ള വികസനം ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു PR വർക്കിലൂടെ നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ധാരണ വരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം ഈ 2 മുന്നണികൾ, അതായത് ഇടതും വലതും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് ആയാലും, അവരെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഓൾട്ടർനേറ്റീവ്, ആ ഓൾട്ടർനേറ്റീവ് അതായത് രാഷ്ട്രീയത്തിൽ പെർഫോമൻസിൻ്റെ ബേസിൽ ആളുകൾ വോട്ട് ചെയ്യും. പെർഫോമൻസിൻ്റെ ബേസിൽ വരുന്ന, ഇപ്പോൾ നോക്കൂ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം നഗരസഭ, അവിടെ നമ്മുടെ BJP ആണ് ഭരണത്തിൽ വന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ നടത്തിയ പൊങ്കാല മഹോത്സവം, അതിനു വേണ്ടിയുള്ള മേയറായിട്ടുള്ള ശ്രീ VV രാജേഷിൻ്റെ ഇടപെടൽ, ഇതൊക്കെയാണ് BJP എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് തെരുവിലിറങ്ങി ഗ്രൗണ്ടിലിറങ്ങി പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നമ്മൾ ഇന്ന് വരെ BJPക്ക് ഇവിടെ ഒരു ഭരണമില്ല, പക്ഷേ നമ്മളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണത്തെക്കുറിച്ചാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കൂ, നമ്മൾ തൊട്ട് മുൻപ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ഭരണത്തെക്കുറിച്ച്, അതും വെറും ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഭരണത്തെക്കുറിച്ചാണ് നമ്മൾ. ഇതുപോലെയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ, അതായത് ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ ആ മാറ്റം അനിവാര്യമാണ്. ഈ മാറ്റത്തിൽ ഈ 2 മുന്നണികളും മാറണം. അല്ലാതെ ഈ ഒരാളെ മാറ്റിക്കൊണ്ട് അടുത്തവർക്ക് വീണ്ടും വരിക എന്നുള്ളത് അല്ല. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് 2-3 കാര്യങ്ങൾ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം. ഒന്ന്, വികസനം വേണം. അതിനകത്ത് യാതൊരു സംശയമില്ല. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വളരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. രണ്ടാമതായിട്ട് നമുക്കൊരു സുരക്ഷ വേണം. നമുക്കതിനകത്ത് ഒരു സംശയമില്ല. നമ്മളിപ്പം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PFIയുടെ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ISIS മറ്റ് പുറത്തോട്ടൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നാലും എവിടെ നടന്നാലും അതിൻ്റെ ഒരു റൂട്ട് എപ്പോഴും കേരളത്തിലേക്ക് വരും. കേരളത്തിൽ നിന്ന് മാത്രമാണ് കശ്മീരിൽ പോലുള്ള സ്ഥലത്ത് ഇവിടെ ഭീകരവാദത്തിലേക്ക് ആളുകൾ പോയിട്ടുള്ളത്. കേരളം ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞത് ഇവിടുത്തെ DGP ആണ്. അപ്പോൾ അങ്ങനെ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു കേരളം വേണം നമുക്ക്. ഈ ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തി ഒരു സുരക്ഷിതമായിട്ടുള്ള കേരളം വേണം. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് ശബരിമലയുടെ വിഷയം തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഈ 2 മുന്നണികളും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം എന്താ വീണ്ടും ശബരിമലയിലേക്ക് യുവതിയെ പ്രവേശനം തടയണമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇപ്പം ദേവസ്വം ബോർഡ് മാറ്റിയത്. അപ്പോൾ ഈ 6-7 വർഷമായിട്ട് ഇവർ ചെയ്തിരുന്നത് എന്തായിരുന്നു? ഇലക്ഷൻ തൊട്ട് മുമ്പ് അത് മാറ്റിയില്ലേ ഇപ്പം? അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ സ്വർണം, അത് അവിടുത്തെ കളവ്, ഇത് ശബരിമല മാത്രമല്ല, ഓരോ വിശ്വാസികളുടെ ഓരോ അമ്പലം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഏത് ഭരണം വന്നാലും അവർക്ക് വിശ്വാസമല്ല, അവർക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്നും കൈയിട്ട് വരാം എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം വിശ്വാസം പ്രധാനമാണ്. അതിനെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വേണമെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ആളുകളുടെ മനസ്സിൽ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇലക്ഷൻ ഡെഫിനറ്റ്ലി ഒരു മാറ്റം കൊണ്ടുവരും എന്ന് എനിക്ക് ഉറച്ച് വിശ്വസിക്കാം. അല്ല, ഈ ഇടത് വലത് മുന്നണികൾ എടുത്തെടുത്ത് ജനങ്ങളോട് ഇത് കേരളമാണ്, കേരളത്തിൽ ഒന്നും നടക്കത്തില്ല, BJPക്ക് ഒരു അവസരമില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് MLA ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ MP ഉണ്ടായിരുന്നു, ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടിയിരിക്കുന്നു, നിരവധി പഞ്ചായത്തുകൾ ഭരിക്കുന്നു. അപ്പോഴും ഇവർ ഇതിവിടെ പറ്റത്തില്ല എന്നുള്ള ആ വാക്കിൽ നിന്ന് അവർ വിട്ടുമാറാത്ത എന്താണ്? നോക്കൂ, ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് കേരളത്തിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ, ഞാൻ വിശ്വസിക്കുന്നത്, അവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ചിലപ്പോൾ അവർക്ക് കാണില്ല. ഹാർഡ് കോർ ആയിട്ടുള്ള രാഷ്ട്രീയം ഉള്ളവരുണ്ട്. പക്ഷേ
കാൻഡിഡേറ്റ് നോക്കി അല്ലെങ്കിൽ പോളിസീസ് നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്ന ധാരാളം ന്യൂട്രലായിട്ടുള്ള, അതായത് വളരെ സത്യസന്ധമായിട്ട് അവരവരുടെ ജോലി ചെയ്ത് പോകുന്ന വളരെ ധാരാളം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ നരേറ്റീവ്, അതായത് CPM കോൺഗ്രസ് ഇവിടെ BJP ജയിക്കത്തില്ല, ഇവിടെ BJP ഒരിക്കലും വരത്തില്ല എന്ന് പറയുമ്പം അവരിൽ പലരും ചിന്തിക്കുന്ന വെച്ചാൽ ഓക്കെ, ഞാൻ ജയിക്കാത്ത ആളുകൾക്ക് നല്ലവരാണ് അവർ, പക്ഷെ അവർ ജയിക്കാൻ പോകുന്നില്ല, അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള നരേറ്റീവിന് വേണ്ടിയാണ് ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ശ്രീ സുരേഷ് ഗോപി ജയിച്ചതായാലും ശരി, നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രിവാൻഡ്രത്തായാലും ശരി, ഇപ്പോൾ കൊല്ലത്തായാലും ശരി, 6 നിന്ന് 12 കൗൺസിലേഴ്സ് നമുക്കായിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരികയാണ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പെർഫോമൻസ് ആണ് പിന്നെ അവരുടെ നമ്മളെയൊക്കെ എന്താ പറയുക പരസ്യം. അപ്പോൾ ആ രീതിയിൽ അവരെ പ്രവർത്തനം കാണുമ്പോൾ ആളുകൾക്ക് തോന്നും ശരിയാണ്, ഈ പറഞ്ഞ കാര്യത്തിൽ അവർ വാസ്തവം ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ കാര്യം ഇനി എന്തായാലും ഇത് പോകാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ള ത്രിപുരയുടെ എക്സാമ്പിളാണ്. ത്രിപുരയിൽ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി BJP ഭരണം വരുമെന്ന്. BJPക്ക് അന്ന് 2-3 സീറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്നാണ് കംപ്ലീറ്റ് വലിയൊരു ഭൂരിപക്ഷത്തേക്ക് ത്രിപുരയിൽ ഒരൊറ്റ ഇലക്ഷൻ കൊണ്ട് മാറിയത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ ജനതയും മാറി ചിന്തിച്ചിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾ വരുന്നത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസനവും സുരക്ഷയും അവരുടെ വിശ്വാസ സംരക്ഷണവും ഈ ഒരു കാര്യങ്ങളാണ് അവർക്ക് ഫോക്കസ്. അല്ലാതെ സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയം, ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിനെ ബാക്കിൽ വെച്ച് അതിൻ്റെ ബാക്കിൽ നടക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും പറയും അതിന് മറുപടിയായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് അവരുടെ അടുത്ത് ചോദിക്കും, അത് തിരിച്ച് അങ്ങോട്ട് പറയും. ഇപ്പോൾ തന്നെ നോക്കൂ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ കേരള, ഇത് ശ്രീ രാമദാൻ പറഞ്ഞ പോലെ ഇത് കേരളമാണ്. നോക്കൂ, ഇവിടെ ഒരു മന്ത്രിയെ തടഞ്ഞു. ആ മന്ത്രിയെ തടഞ്ഞു എന്ന് പറഞ്ഞ് അതിന് ആ മന്ത്രിക്ക് അപകടം പറ്റിയെന്ന് മന്ത്രി പറയുന്നു. ഇവർ പറയുന്ന KSUകാരാണ് പോയി തടഞ്ഞെന്ന്. ഇതൊക്കെയാണ് നമ്മൾ കേരളം എന്ന് പറയുന്ന മുന്നോട്ട് വെച്ച് കാണിക്കേണ്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കും, ഈ ഒരു നമ്മൾ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സ്ട്രൈക്ക് നടന്നു, ഇവിടെ ഭാരത ബന്ദ് എന്ന് പറഞ്ഞിട്ട് നടന്നത്. ഭാരതത്തിലൊന്നും നടന്നില്ല, പക്ഷേ കേരളത്തിൽ ഒരു രീതിയിലുള്ള വണ്ടികളും പോയില്ല, ഒന്നും പോയില്ല. ചില വണ്ടികൾ പോകുമ്പോൾ അവരെ അടച്ച് ഇടാനും ചില ബാങ്കിൽ കയറി അവരെ പൂട്ടാനും, ഇതൊക്കെ നമ്മൾ 2026 നമ്മൾ ഇപ്പോഴും 1947 മുമ്പ് ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്ത് ചെയ്ത പോലത്തെ ഹർത്താലൊക്കെ നമ്മൾ എന്തിനാണ് ഇപ്പം നമ്മുടെ സ്വന്തം ആളുകളുടെ അടുത്ത് ചെയ്യുന്നത്? പാവപ്പെട്ട ആളുകൾക്ക് ജോലി ചെയ്യാൻ പോകണമെന്നുള്ള അധികാരം അവർക്കും ഉണ്ട്. അവരെ തടഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ഹർത്താൽ, എന്ത് ബന്ധാണ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഇപ്പോഴും സ്ഥിരമായിട്ടുള്ള കേരളത്തിൽ. ഇപ്പോൾ നമുക്ക് കേരള സ്റ്റോറിയെ കുറിച്ച് തന്നെ പറയാം. കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നു. ഇവിടെ എല്ലാം വലിയ രീതിയിൽ നമുക്ക് ഭയങ്കര ലിബറലാണ്, നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പോയി ഓഡിറ്റോറിയത്തിൽ, സിനിമ തിയേറ്ററിൽ പോയി 2-3 പേര് ഇരുന്ന് കാണുന്ന സിനിമ അവരെ ഇറക്കി വിടുകയാണ്. എന്നിട്ട് പറയും നമ്മളിത് കേരളമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവരിപ്പം അതിനകത്ത് വോട്ടിലൂടെ മാറ്റി അവരുടെ പ്രതിഷേധം, ഞാൻ പറയുന്ന വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഈ മിലിറ്റന്റ് യൂണിയനിസം എന്ന് പറയുന്നത്. അതായത് ഒരു വളരെ തീവ്ര നിലപാടെടുത്ത് യൂണിയനിസം നമ്മളെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റും തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബന്ദുകൾ, ഇവിടുത്തെ സ്ട്രൈക്ക്, ഇവിടുത്തെ സ്റ്റുഡൻറ് പൊളിറ്റിക്സ് ആയിട്ടുള്ള ഒരു രീതി, കൊച്ചു കുട്ടികളെ പോലെ വഴിതെറ്റിച്ച് വിടുന്നുള്ള രീതി, ലഹരിയുടെ പ്രോബ്ലം, ഇതെല്ലാം മാറ്റാൻ വേണ്ടി ഒരു വലിയൊരു പ്രതിഷേധം ആളുകളിലുണ്ട്. ആ പ്രതിഷേധം എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അവർ വോട്ടിലൂടെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDAക്ക് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കേരളത്തിൽ BJP വയ്ക്കുന്ന മുദ്രാവാക്യം മാറുമെന്നാണ്. അതനുസരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പലവിധ മറ്റ് ഘടകകക്ഷികളായിട്ടും നിരവധി കക്ഷികളാണ് BJPയിൽ ചേർന്ന് NDA എന്നുള്ള കക്ഷിയെ ചേർന്ന് മത്സര രംഗത്തിറങ്ങും. എന്തായാലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ വിചാരിക്കാം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ NDA. അതനുസരിച്ച് കേരളത്തിൽ ഒരുപക്ഷെ ത്രിപുര പോലെ ഒറ്റ നിൽപ്പിൽ തന്നെ ഒരു MLA പോലും ഇല്ലാതെ 71 MLAകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ശ്രീ കേണൽ BJPയുടെ സംസ്ഥാന വക്താവ് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.